നമസ്കാരം. മോഷണ ശ്രമത്തിനിടെ നടൻ സെയ്ഫ് അലി ഖാൻ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഡോക്ടർമാരുടെ മൊഴിയും ആശുപത്രി രേഖകളും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെ കേസിൽ അറസ്റ്റിലായ ബംഗ്ലാദേശ് പൗരൻ മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷെഹ്സാദ് കേസിലെ യഥാർത്ഥ പ്രതിയല്ലെന്ന് പിതാവ് രോഹിൽ അമീൻ. CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞ ദൃശ്യങ്ങളിലുള്ളത് ഷെരീഫുൽ അല്ലെന്നും മകനെതിരെ പോലീസ് വ്യാജ തെളിവുണ്ടാക്കി കുടുക്കാൻ ശ്രമിക്കുകയാണെന്നും പിതാവ് ആരോപിച്ചു. പ്രതിയാണെന്ന് സംശയിച്ചാണ് എൻ്റെ മകനെ അവർ അറസ്റ്റ് ചെയ്തത്. പോലീസ് പുറത്തുവിട്ട ചിത്രത്തിലുള്ള ആൾ അവനല്ല. ചില സാമ്യതകൾ ഉണ്ടെന്നതിൻ്റെ പേരിലാണ് അവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അനധികൃതമായി ഇന്ത്യയിൽ കടന്നതിനാൽ അവനെ ലക്ഷ്യമിടാൻ വളരെ എളുപ്പമാണ്. ഫോട്ടോയിലുള്ള ആൾക്ക് കണ്ണുവരെ എത്തുന്ന നീണ്ട മുടിയുണ്ട്. എന്നാൽ ഷെരീഫുൽ എപ്പോഴും മുടി ചെറുതാക്കി വെട്ടുകയും മുകളിലേക്ക് ചീകി വെക്കുകയുമാണ് ചെയ്യാറുള്ളത്. ഞങ്ങൾ പാവങ്ങളാണ്, ക്രിമിനലുകളല്ല. ജീവിക്കാനായി ഷെരീഫുൽ ബംഗ്ലാദേശിൽ ബൈക്ക് ടാക്സി ഓടിക്കുകയായിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിന്റെ ഭരണകാലത്ത് ഞങ്ങളുടെ ഗ്രാമത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. ഷെരീഫുൽ ഖാലിദ സിയെ പിന്തുണയ്ക്കുന്നതിനാൽ വലിയ എതിർപ്പ് നേരിട്ടു. അതോടെ കൂടുതൽ മെച്ചപ്പെട്ട ജോലിയും ജീവിത സാഹചര്യം കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടെ ബംഗ്ലാദേശ് വിട്ട് ഇന്ത്യയിലേക്ക് എത്തുകയായിരുന്നുവെന്ന് പിതാവ് രോഹിൽ അമീൻ പറഞ്ഞു. ഷെരീഫുൽ ഇന്ത്യയിലേക്ക് കടന്നത് എങ്ങനെയെന്ന് അറിയില്ല. അവനെ പോലെ മറ്റു പലരും അതിർത്തി കടന്നിരുന്നു. ഇന്ത്യയിൽ കടന്നതിന് പിന്നാലെ ബംഗാളിലെത്തി ഏതാനും ദിവസം അവിടെ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നു. അതിനുശേഷം മുംബൈയിലെത്തി ബാറിൽ ജോലി ചെയ്തു. നാട്ടുകാരിൽ ഒരാളെ അവിടെ കണ്ടുമുട്ടിയെങ്കിലും കൂടെ താമസിപ്പിക്കാൻ അയാൾ തയ്യാറായില്ല. സെയ്ഫിന് കുത്തേറ്റ് 3 ദിവസത്തിനു ശേഷം വീട്ടിലേക്ക് ഷെരീഫുൽ 10,000 ടാക്ക അയച്ചു നൽകിയിരുന്നു. ഷെരീഫുലിന് കവർച്ച നടത്താനോ ആരെയെങ്കിലും ആക്രമിക്കാനോ കഴിയില്ല. ഞങ്ങൾക്ക് നീതി വേണമെന്ന് പിതാവ് പറഞ്ഞു. രോഹിൽ അമീൻ്റെ 3 മക്കളിൽ രണ്ടാമത്തെ ആളാണ് ഷെരീഫുൽ. മൂന്നാമത്തെ ആൾ ധാക്കയിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. ഇളയ മകൻ സ്കൂൾ വിദ്യാർത്ഥിയാണ്. ഖുൽനയിലെ ചണമില്ലിലെ ജോലിക്കാരനായിരുന്നു അമീൻ. ഈ ജോലി നഷ്ടപ്പെട്ടതിന് പിന്നാലെ ഷെരീഫുൽ 10ാം ക്ലാസ്സിൽ പഠനം നിർത്തുകയും ജോലി തേടി ഇറങ്ങുകയുമായിരുന്നു. ഷെരീഫുലിൻ്റെ മോചനത്തിനായി നയതന്ത്ര തലത്തിൽ ഇടപെടാനുള്ള ശ്രമത്തിലാണ് കുടുംബം. ബംഗ്ലാദേശ് രാജ്ബാരി സ്വദേശിയായ ഷെരീഫുൽ ഇസ്ലാം മാൾഡ വഴിയാണ് ഇന്ത്യയിലെത്തിയത്. ഇന്ത്യയിലേക്ക് എത്താൻ ഒരു ഏജന്റ് പ്രതിയെ സഹായിച്ചു എന്ന നിർണായക വിവരവും പുറത്തു വന്നിരുന്നു. സെയ്ഫ് അലി ഖാൻ താമസിക്കുന്ന 13 നില കെട്ടിടത്തിൽ 8 നില വരെ സ്റ്റെപ്പ് കയറിയ പ്രതി തുടർന്ന് 11ാം നിലയിലേക്ക് പൈപ്പിലൂടെയാണ് നുഴഞ്ഞു കയറിയത്. പിന്നീട് ഇതുവഴി നടന്റെ വീട്ടിലേക്ക് കുളിമുറിയിലേക്കും തുടർന്ന് മകന്റെ കിടപ്പുമുറിയിലേക്കും പ്രവേശിക്കുകയായിരുന്നു. പ്രതിയെ കണ്ട ജോലിക്കാരി ബഹളം വെച്ചതിനെ തുടർന്ന് സെയ്ഫ് അലി ഖാൻ ഇവിടേക്ക് എത്തി. ആക്രമിയെ പ്രതിരോധിക്കാൻ ശ്രമിച്ച നടനെ കയ്യിലെ കത്തി ഉപയോഗിച്ച് പ്രതി കുത്തുകയായിരുന്നു. പ്രതിയെ വീടിനുള്ളിലാക്കി നടൻ വാതിലടച്ചെങ്കിലും കുളിമുറിയിൽ കയറി വന്ന വഴി പൈപ്പിലൂടെ നുഴഞ്ഞിറങ്ങി സ്റ്റെപ്പ് വഴി രക്ഷപ്പെടുകയായിരുന്നു. ശേഷം പ്രതി രാവിലെ 7 മണിവരെ ബസ് സ്റ്റോപ്പിൽ കിടന്നുറങ്ങി. തുടർന്ന് ട്രെയിനിൽ മധ്യ മുംബൈയിലെ വർലിയിൽ ഇറങ്ങിയായിരുന്നു. പ്രതിയുടെ ബാഗിൽ നിന്ന് ചുറ്റിക, സ്ക്രൂ ഡ്രൈവർ, നൈലോൺ കയർ എന്നിവയും പോലീസ് കണ്ടെത്തിയിരുന്നു. മോഷണത്തിനാണ് കെട്ടിടത്തിൽ കയറിയതെന്നും സെയ്ഫ് അലി ഖാന്റെ വീടാണെന്ന് അറിയില്ലായിരുന്നുവെന്നുമാണ് പിടിയിലായ മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം മൊഴി നൽകിയത്. വ്യാഴാഴ്ച പുലർച്ചെ 2:30 സെയ്ഫിന്റെ മുംബൈയിലെ വസതിയിൽ മോഷ്ടാവെത്തിയത്. സെയ്ഫിന്റെ മകൻ ജയ്ഹിന്റെ റൂമിൽ കയറിയ അക്രമി 1 കോടി ആവശ്യപ്പെടുകയായിരുന്നു. ഇല്ലെങ്കിൽ കുട്ടിയെ ആക്രമിക്കുമെന്നും പ്രതിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ആക്രമണത്തിനിടെ കുത്തേറ്റ സെയ്ഫ് 5 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. ശസ്ത്രക്രിയയിലൂടെ 3 ഇഞ്ച് നീളമുള്ള കത്തിയും പുറത്തെടുത്തിരുന്നു.